കൊച്ചി കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. DNA പരിശോധനയിലാണ് മരിച്ചത് കൊച്ചിയിൽ വെച്ച് കാണാതായ സൂരജ് ലാമയുടേതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് കളമശ്ശേരിയിലെ HMT കമ്പനിയുടെ അടുത്തുള്ള കാട്ടുപ്രദേശത്ത് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ആ മൃതദേഹം സൂരജ് ലാമയുടേതാണ് എന്ന് സംശയം തോന്നിയ മകൻ അടക്കമുള്ള ബന്ധുക്കൾ നേരത്തെ കൊച്ചിയിലെത്തിയിരുന്നു. അവരുടെ ആവശ്യപ്രകാരമാണ് DNA പരിശോധന നടത്തിയത്. കുവൈറ്റിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ ഓർമ്മശക്തി നഷ്ടമായ സൂരജ് ലാമയെ നാട് കടത്തിയിരുന്നു. തുടർന്ന് ഒക്ടോബർ 6-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സൂരജ് ലാമയെ കാണാതാവുകയായിരുന്നു. ബന്ധുക്കളെ പോലും അറിയിക്കാതെയായിരുന്നു ഈ നടപടി. ഇതോടെ പിതാവിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മകൻ സന്തൻ ലാമ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ അന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ ശരീരം തങ്ങളുടെ ബന്ധുവാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. DNA പരിശോധനയിലാണ് മരിച്ചത് കൊച്ചിയിൽ വെച്ച് കാണാതായ സൂരജ് ലാമയുടേതാണ് എന്ന് കണ്ടെത്തിയത്. സൂരജ് ലാമയുടെ മകൻ ഇവിടെ വന്ന് ഏറെ നാളുകൾ അലഞ്ഞു നടന്നു സൂരജ് ലാമയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ഒടുവിൽ HMTയിലെ ഈ കാട്ടുപ്രദേശത്ത് അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അത് സൂരജ് ലാമയുടേതാണോ എന്ന് മകന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾ അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ അത് സൂരജ് ലാമയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്.